ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജിൽസ മാർത്ത. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷൻ ബോർഡ് 2025 എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വിഷൻ ബോർഡ് എന്താണ്? നമ്മൾ ഡ്രീം ബോർഡ് എന്ന് പറയും. വിഷൻ ബോർഡ് നമ്മുടെ ഡിസൈർസ്, ഗോൾസും ഇതെല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൊളാഷ്, അതിനെ പറയുന്നതാണ് എന്ത്? ബേസിക്കലി ജസ്റ്റ് ഒന്നുമില്ല, ഒരു കൊളാഷ്. അപ്പം അത് നമ്മൾ അതിനെ പറയുന്നത് ഒരു വിഷൻ ബോർഡ്. ഞാൻ ഈ വിഷൻ ബോർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഈ 2024 തന്നെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരു അറൌണ്ട് ഏപ്രിൽ മെയ് ആയപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി അറിയുന്നത്. ഞാൻ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വിഷൻ ബോർഡിന്റെ മടിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആപ്പിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ എൻ്റെ ഒരു വിഷൻ ബോർഡ്. അത് ഞാൻ ഉപയോഗിച്ചത് ക്യാൻവ ആപ്പിലാണ്. ക്യാൻവ ആപ്പിൽ നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. എന്താണ് വിഷൻ ബോർഡ് ടെംപ്ലേറ്റ് എന്നും പറഞ്ഞ് 2024 ഇയർ വെച്ചിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെംപ്ലേറ്റ് കിട്ടും. ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട പിക്ചേഴ്സ് ഒക്കെ പിൻട്രസ്റ്റ് ചെയ്യുന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, എളുപ്പപ്പടി. അപ്പൊ അതാണ് നമ്മുടെ വിഷൻ ബോർഡായിട്ട് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് അത് ഈ ഒരു ഇയർ കഴിയാറായപ്പോൾ, അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് ഈ സംഭവമൊക്കെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഇത് വാൾപേപ്പർ ആയിട്ട് എടുത്തിട്ട്, അപ്പൊ ഇത് നടക്കില്ലെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാനിത് ആരോടൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഇയർ എൻഡ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഓക്കെ, എന്നാ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോഴേക്കും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴേക്കും മനസ്സിലായത് ഇതിന് ബേസിക്കലി 5 ഏരിയ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത്, സെക്കൻഡ് വൺ ആണ് നമ്മുടെ കരിയർ, തേർഡ് വൺ ആണ് എന്താണ് വെൽത്ത്, ഫോർത്ത് വൺ ആണ് നമ്മുടെ റിലേഷൻഷിപ്പ്, ഫിഫ്ത് വൺ സ്പിരിച്വൽ. ഇത്രയാണ് 5 ഏരിയ. ഇതിനകത്ത് ഏറ്റവും ആദ്യത്തത് ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത്. കാരണം സ്കിൻ ആവാം, ഹെയർ ആവാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ സ്കിന്ന്, ഹെയർ, പിന്നെ ഡയറ്റ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ടോൺഡ് ബോഡി ആണെങ്കിൽ അത്. ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്തിൽ വരുന്നത്. പിന്നെ പറയുന്നത് ടോൺഡ് ബോഡി ആവാം, ചിലവർക്ക് എന്താ പറയാ വണ്ണം കൂട്ടാനായിരിക്കാം, എന്തെങ്കിലും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പൊ അതിനെ പറ്റിയുള്ള പിക്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ വേണമെങ്കിൽ അതാണ് ഇതിന്റെ എക്സാമ്പിൾ. പിന്നെ പറയണത് നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയാണ് കരിയർ. കരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രൊഫഷനില് പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാനായിരിക്കാം. അതൊക്കെയാണ് നമ്മുടെ കരിയറിൽ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് വേണം, അല്ലെങ്കിൽ ഇത്രയും കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത്രയും യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സ് വേണം. ഇതൊക്കെയാണ് നമുക്ക് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ കരിയർ എന്നുള്ള സംഭവത്തിൽ വരുന്നത്. തേർഡ് വൺ ആണ് എന്ത്? വെൽത്ത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം. അപ്പൊ നമുക്ക് സമ്പാദ്യമായിട്ട് എന്തൊക്കെയാണ് വേണം? ചിലപ്പോൾ ചിലവരുടെ ആഗ്രഹം ഒരു വീട് പണിയാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, ഒരു കാർ വാങ്ങിക്കാനായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ, എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇത്രയും ഡിജിറ്റൽ ബാങ്ക് ബാലൻസ് വേണമെന്നായിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു വെൽത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത്? റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പ്, പിന്നെ നമ്മുടെ ഫാമിലി, പിന്നെ നമ്മുടെ ഒരു പാർട്ണർ ആണെങ്കിൽ അത്. ഇതൊക്കെയാണ് നമ്മുടെ, അല്ലെങ്കിൽ പിന്നെ നമ്മളുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാരോടുള്ള റിലേഷൻഷിപ്പ്. ഇതൊക്കെയാണ് റിലേഷൻഷിപ്പിന്റെ അകത്ത് വരുന്നത്. അതിനകത്ത് എന്തൊക്കെ നമുക്ക് ബേസിക്കലി ഇടാൻ പറ്റും? ഇതിന്റെ പിക്ചേഴ്സ് എന്തിന്റെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മുടെ സിബ്ലിങ്സിന്റെ ഒക്കെ ഒരു മാരേജ് കാണണമെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം മാരേജ് ആണെങ്കിൽ അത്, അതിലെ പ്രൊപ്പോസൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ നമ്മളിങ്ങനെ കെയർ ചെയ്യണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആണെങ്കിൽ അത്. ആ ഒരു നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിളിലും ഉള്ളതും കൂടി നമ്മൾ അതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ എന്താ പറയാ, സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയും? നമുക്ക് മെഡിറ്റേഷൻ ആവാം, ജേർണലിംഗ് ആവാം, ഗ്രാറ്റിറ്റ്യൂഡ് ആവാം, അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് സ്ഥലത്ത് പോകണമെന്നായിരിക്കാം. അപ്പൊ അതിനൊക്കെ പറ്റിയുള്ളതൊക്കെയാണ് നമ്മുടെ സ്പിരിച്വൽ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 5 ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ട ഹോബീസും കാര്യങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ചിലവർക്ക് എന്തായിരിക്കും, ഞാൻ ഈ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് ഇന്ന സംഭവം പഠിക്കണം, എനിക്ക് സ്കേറ്റിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്വിമ്മിങ് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കുറെ, അല്ലെങ്കിൽ ബോക്സിങ് പഠിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും, അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹോബീസിൽ നമുക്ക് കൊടുക്കാം വേണമെങ്കിൽ. പിന്നെ അത് കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് എന്താ പറയാ ഗിഫ്റ്റ്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും
എന്തെങ്കിലും ഐറ്റംസ്, അല്ലെങ്കിൽ എനിക്കൊരു വാച്ച് എനിക്ക് തന്നെ എനിക്കത് ഗിഫ്റ്റ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നമുക്കൊരു സംഭവങ്ങൾ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ബാഗോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷൂവോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളതൊക്കെ, അതൊക്കെ നമുക്ക് ഗിഫ്റ്റിന്റെ, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് നമ്മളെ തന്നെ, എനിക്ക് ഫോൺ വേണമെന്നാവാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അത് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഓഫ് കോഴ്സ് ട്രാവൽ ഡെസ്റ്റിനേഷൻസ്, അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിഷൻ ബോർഡിൽ നമ്മൾ എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ഇനി നമുക്ക് പറയേണ്ടത് എങ്ങനെ നമുക്കൊരു വിഷൻ ബോർഡ് എന്താ പറയാ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 10x12 ഇഞ്ചിന്റെ ഒരു എന്താ പറയാ ഒരു ക്യാൻവാസ് ആണ്. ഇത് ഈ ക്യാൻവാസിൽ എന്ത് ചെയ്യും, നമ്മളുടെ ആഗ്രഹങ്ങളും സംഭവങ്ങളിലൊക്കെ ആയിട്ടുള്ള അതിന്റെ കട്ടൗട്ട്സ് ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്, കളർ പ്രിന്റ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടതോ നമ്മൾ ഇത്രയും നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ക്രോപ്പ് ചെയ്യുക, എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് ഒരു വേർഡിലാക്കുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, ഇതിൽ ഒട്ടിച്ചിട്ട് നമ്മൾ അത് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിന്റെ കൂടെ നമുക്ക് വേണ്ട അഫർമേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ കുറെ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നല്ല എന്താ പറയാ നമ്മൾക്ക് സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കാണുന്ന ഏതെങ്കിലും സ്ഥലത്ത് വെക്കുക. അതാണ് നമ്മുടെ ബേസിക്കലി ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.